ഉൾപൊടി ഞാനിപ്പോൾ ലേറ്റായിട്ടാണ് കഴിച്ചത്. ഇപ്പോൾ ക്ലാസ്സില്ല, നാളെ ക്ലാസ്സില്ല. എന്ത് പരിപാടി കാണണ സു? മോട്ടുപെട്ടൊരു ഞങ്ങളിന്ന് പോകുന്നത് കഴമക്കുടിയിലാണ്. എൻ്റെ ബാക്കി വിഷയം അവിടെ നിന്ന് പറയാം. നമ്മളിപ്പോൾ കടമക്കുടിയിൽ എത്തി. അസു ഹായ് കാണിക്ക്. ഹലോ ഗയ്സ്, ഞാനിപ്പോൾ ബോട്ടിൽ കയറിക്കാണ്. ഈ തുരുത്താണ് ചെറിയ തുരുത്ത്. ഇത് മിക്കതും കണ്ടൽക്കാടുകളാണ്. 104 ഏക്കർ കണ്ടൽക്കാടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിലെ കുറച്ച് ഭാഗം 45 ഏക്കർ കപിൽദേവില്ലേ പുള്ളി എടുത്തിട്ടുണ്ട്. ഈ ബോട്ട് ഫേസ് ചെയ്തിരിക്കണം ആ ഭാഗം കണ്ട. ഈ കടമക്കുടിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഷാപ്പ്. ഇൻസ്റ്റയിലേക്കാണ് ഇപ്പൊ നമ്മൾ വളയുമ്പോ മനസ്സിലാവും. ഇൻസ്റ്റയിലേക്കാണ് കടമക്കുടി ഷാപ്പ് എന്ന് പറയുന്നത്. കടംകുടിയിൽ കടന്ന കുടുങ്ങിയതായിരുന്നു. അത്ര ഷോർട്ടായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ ഐലൻഡ്സിലേക്കും ബോട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു കടത്തോ ചെറുവഞ്ചി ഇല്ലാതെ നമുക്ക് തിരിച്ച് നമ്മളെ റിട്ടേൺ പോയിന്റിലേക്ക് എത്താൻ പറ്റില്ല. അതെന്നൊക്കെ മാറി വളരെ വളരെ തിരക്കേറി മാറി. റോഡില്ലേ, റോഡ് വഴി കയറി വന്നാലും ഇപ്പൊ നമുക്ക് തുരുത്തിലേക്ക് വീട്ടിലേക്ക് പോകണം. അത് മാത്രമല്ല, നമ്മളിപ്പോ ഈ ഹിഡൻ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൊച്ചിയുടെ ഒരു ഹിഡൻ പോയിന്റ് ആണ് കടംകുടി. അത് മാത്രമല്ല, നമ്മുടെ ഈ ഹൈക്കോർട്ടിലിപ്പോ പൊതുവെ ഇപ്പൊ ക്രൗഡായി. അവിടെ നിന്നൊക്കെ ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് നമുക്കൊന്ന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ കടംകുടിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹൈക്കോടതിയിൽ ഇപ്പൊ നോർമലി 9 മണി വരെയൊക്കെയാണ് ഒരാൾക്ക് അത് കഴിഞ്ഞാൽ അവിടെ പോലീസുകാരുടെ റിസ്ട്രിക്ഷൻസ് അവർ പറയും. അവരാ നമ്മളെ തല്ലി ഓടിച്ചാൽ വിടുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കപ്പിൾസിനായാലും ഫാമിലീസിനൊക്കെ ആണെങ്കിലും വീക്കെൻഡ്സിലൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് അടിച്ചു പിടിക്കാം. നല്ലൊരു മനസ്സ് നമുക്ക് ഫീൽ ഫ്രീ ആക്കാം. വീക്കെൻഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണ് കടമക്കുടി. എനിക്ക് എൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അതാണ്.